ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ വെച്ച് കഴിഞ്ഞാൽ നല്ല കിടിലം ഒരു വർക്കൗട്ട് വീഡിയോ ആണ്. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന കിടിലൊരു വർക്കൗട്ട് വീഡിയോ. ഈ വർക്കൗട്ട് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫാറ്റ് ബേണിങ്ങിന് നമുക്ക് ഉപയോഗപ്പെടുത്താം, മസിൽ ബിൽഡിങ്ങിന് ഉപയോഗപ്പെടുത്താം, സ്ട്രെങ്തനിങ് വർക്കൗട്ടായിട്ട് ഉൾപ്പെടുത്താം. ഓക്കെ, വെറും 10 മിനിറ്റ് വർക്കൗട്ടാണിത്. നിങ്ങൾക്ക് വീട്ടിൽ രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾക്ക് എപ്പോഴാണ് സമയമെന്ന് വെച്ചാൽ ആ സമയത്ത് നിങ്ങൾക്ക് ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ചെയ്യാവുന്ന വെറും 10 മിനിറ്റ് വർക്കൗട്ട്. ഇതൊരു ചലഞ്ചിങ് വർക്കൗട്ടായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക. ഓക്കെ, ഈ വർക്കൗട്ടിൻ്റെ ഒരു പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം. 45 സെക്കൻഡാണ് ഒരു വർക്കൗട്ടിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. വെറും 45 സെക്കൻഡ്. ഓക്കെ, 45 സെക്കൻഡ് നിങ്ങൾ ഈ ഒരു വർക്കൗട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എടുക്കേണ്ട ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 5 സെക്കൻഡാണ്. ഓക്കെ ഫ്രണ്ട്സ്, അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ അടുത്ത വർക്കൗട്ടിലോട്ട് പോവുക, 45 സെക്കൻഡ് ചെയ്യുക, വീണ്ടും 5 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അങ്ങനെ 10 വർക്കൗട്ടുകളാണ് 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്ത് തീർക്കേണ്ടത്. അടിപൊളി വർക്കൗട്ടാണ്. നിങ്ങളുടെ ഫുൾ ബോഡിയെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ പറ്റിയ അടിപൊളി വർക്കൗട്ടുകൾ. ഓക്കെ, നല്ല ബോഡിയെ സ്ട്രെങ്തനിങ് ആക്കാം, അതിനൊക്കെ തന്നെ ബോഡിയെ ഷേപ്പാക്കി മാറ്റാൻ പറ്റും. അതിനൊക്കെ തന്നെ നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങളുടെ സ്റ്റാമിന, എൻഡുറൻസ് ഇതെല്ലാം വർദ്ധിപ്പിക്കാനായിട്ടും പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ അധികം സമയം കളയുന്നില്ല. ഈ വർക്കൗട്ട് നിങ്ങൾ ഫോളോ ചെയ്യൂ. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേണക്ക് കമൻറ്റ് ചെയ്യണം. നേരെ വീഡിയോയിലോട്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വർക്കൗട്ട് ജമ്പിങ് ജാക്സ്. ഞാൻ പറഞ്ഞല്ലോ 45 സെക്കൻഡാണ്. നിങ്ങളൊരു ചലഞ്ചിങ് വർക്കൗട്ട് ഏറ്റെടുക്കുക. ഇത് നിങ്ങളുടെ വീട്ടിൻ്റെ ഏത് ഭാഗത്ത് മുകളിലും എപ്പോൾ എന്ന് വെച്ചാൽ രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾക്ക് സമയം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്ന സൂപ്പർ വർക്കൗട്ടുകളാണ്. നിങ്ങളുടെ ഫാറ്റ് ബേണിങ്, മസിൽ ബിൽഡിങ് ആൻഡ് സ്ട്രെങ്തനിങ്ങിനൊക്കെ വളരെ നല്ല വർക്കൗട്ടാണ്. നിങ്ങളുടെ സ്റ്റാമിന കപ്പാസിറ്റിയൊക്കെ വളരെയധികം വർദ്ധിപ്പിക്കുന്ന വർക്കൗട്ടുകൾ. ഓക്കെ, ഇത് ജമ്പിങ് ജാക്സ് ആണ്. ഇത് നിങ്ങൾ ചെയ്യുന്നത് 45 സെക്കൻഡാണ്. കമോൺ. നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു 5 തൊട്ട് 6 സെക്കൻഡ് വരെ റെസ്റ്റ് എടുക്കുക. ഓക്കെ, ജമ്പിങ് ജാക്സിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, വളരെ നല്ലൊരു കാർഡിയോ എക്സസൈസാണ്. ഓക്കെ, അടുത്തിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുക 5 സെക്കൻഡ്. വീണ്ടും രണ്ടാമത്തെ വർക്കൗട്ടോട്ട് പോവുകയാണ്. മൗണ്ടൻ ക്ലൈമ്പിംഗ് ആണ് രണ്ടാമത്തെ വർക്കൗട്ട്. ഈ വർക്കൗട്ട് നിങ്ങൾ പുഷപ്പിൻ്റെ പൊസിഷനിൽ നിൽക്കുക. ആദ്യമേ നിങ്ങളുടെ ബോഡിയൊക്കെ കറക്റ്റ് ചെയ്ത് നിൽക്കുക. ആൻഡ് 1 2 3 4 5 6 7 8 9 10 ഫാസ്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, അടിപൊളി വർക്കൗട്ടാണ് മൗണ്ടൻ ക്ലൈമ്പിംഗ്. ഇത് നിങ്ങളുടെ കോർ മസിലിനെയൊക്കെ നല്ല രീതിയിൽ എൻഗേജ്ഡ് ആക്കുന്ന ഒരു വർക്കൗട്ടാണ്. നിങ്ങളുടെ ഗ്ലൂട്ട്സിന്, അതുപോലെ നിങ്ങളുടെ പുഷപ്പിൻ്റെ പൊസിഷനിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൈകളുടെ സ്ട്രെങ്തൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ വളരെ നല്ല വർക്കൗട്ടാണ്. ഓക്കെ, എത്രത്തോളം ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം ഫാസ്റ്റായിട്ട് ചെയ്യുക. 45 സെക്കൻഡാണ്. നിങ്ങളൊരു സ്റ്റോപ്പ് വാച്ചിൽ ഇത് വാച്ചിൽ ടൈം കൃത്യമാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വീണ്ടും റെസ്റ്റ് 5 to 6 സെക്കൻഡാണ് നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട ടൈം. അടുത്ത് നമ്മൾ മൂന്നാമത്തെ വർക്കൗട്ടിലോട്ട് പോവുകയാണ്. ഞാൻ അല്പം സമയം എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അല്പം സമയം എടുക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് പുഷപ്സ് ആണ്. നമ്മുടെ നോർമൽ പുഷപ്സ്. ഇത് അക്കാഡ സ്റ്റൈൽ പുഷപ്പാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കളരികളിലൊക്കെ ചെയ്യുന്ന നമ്മുടെ ഒരു പഴയ മോഡൽ പുഷപ്സിൻ്റെ ഒരു വേരിയേഷൻ. ഓക്കെ, കമോൺ. 10 1 2 3 4 പുഷപ്സ് സ്ക്വാട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ താപ്പോട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് മേളിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങൾ 45 സെക്കൻഡ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഈ വർക്കൗട്ടിനിടയ്ക്ക് നിങ്ങൾക്ക് വെറും 5-6 സെക്കൻഡ് മാത്രമാണ് റെസ്റ്റ് ടൈം നിങ്ങൾ എടുക്കേണ്ടത്. കാരണം നമുക്ക് 10 മിനിറ്റ് മുമ്പ് ഫിനിഷ് ചെയ്യണം. ആ 10 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടുകളാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. ഓക്കെ, ബോഡി വെയ്റ്റ് വർക്കൗട്ടുകളാണ്. യാതൊരു എക്യുപ്മെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ഫുൾ റിസൾട്ട് കിട്ടുന്ന നല്ല അടിപൊളി വർക്കൗട്ടാണ്. ഫോളോ ചെയ്ത് നോക്കൂ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ നാലാമത്തെ വർക്കൗട്ടിലോട്ട് നമ്മൾ പോവുകയാണ്. നാലാമത്തെ വർക്കൗട്ടാണ് 1 2. ഈ വർക്കൗട്ടിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഇത് നമ്മുടെ ഹാംസ്ട്രിങ്, ഗ്ലൂട്ട്സ് ഒക്കെ നല്ല ഫലം തരുന്ന ഒരു വർക്കൗട്ടാണ്. ഓക്കെ, നമ്മുടെ കോർ മസിലൊക്കെ നല്ലോണം ടൈറ്റ് ആവും. അതിനൊക്കെ നമ്മുടെ ഗ്ലൂട്ട്സ് ഭാഗം, നമ്മുടെ ഈ ഹാംസ്ട്രിങ്ങിൻ്റെ ഭാഗം ഒക്കെ നല്ല എഫക്റ്റായിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. 10 1 2 3 4 5. ഈ വർക്കൗട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 45 സെക്കൻഡാണ്. ഓക്കെ, എല്ലാ വർക്കൗട്ടുകളും 45 സെക്കൻഡ് ചെയ്യണം. 45 സെക്കൻഡ് വർക്കൗട്ട് ആൻഡ് 5 to 6 സെക്കൻഡ് റെസ്റ്റ്. ഓക്കെ,
ഈ വർക്കൗട്ടുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു മാറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന നല്ലതായിരിക്കും. കാരണം ഞാനിപ്പോൾ ടൈലിലാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു യോഗ മാറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും മേടിച്ചിട്ട് നിങ്ങൾ അതിനകത്ത് ചെയ്യുന്നതായിരിക്കും. ഈ ഫ്ലോറിൽ കിടന്നുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു മാറ്റ് ഉപയോഗിക്കുക. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ 5 to 6 സെക്കൻഡ് റെസ്റ്റ് എടുക്കുന്നു. അടുത്ത വർക്കൗട്ടിലോട്ട് പോവുകയാണ്. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള നമ്മുടെ പുഷപ്സിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊന്നും ഞാൻ പറയണ്ടല്ലോ. വളരെയേറെ ബെനിഫിറ്റ് ആയിട്ടുള്ള നല്ല കിടിലൻ വർക്കൗട്ടാണ്. 5, 6, 7. അപ്പോൾ പുഷപ്സ് ചെയ്യുന്ന സമയത്ത് താപ്പോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക, മേലോട്ട് പോകുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. 11, 12, 13, 14. പുഷപ്സൊക്കെ ചെയ്യുമ്പം നിങ്ങളുടെ ബോഡി പോസ്റ്ററൊക്കെ കൃത്യമാക്കി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഈ വർക്കൗട്ടുകൾ 10 ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ബോഡി നല്ല കിടിലമായിട്ട് നല്ല രീതിയിൽ ആക്ടിവേഷൻ ആകും. നിങ്ങളുടെ കാലറീസ് ബേൺ ചെയ്യാൻ അടിപൊളി വർക്കൗട്ടാണ്. അതിനൊക്കെ നിങ്ങളുടെ ഫുൾ ബോഡിയുടെ മസിൽസും എൻഗേജ്ഡ് ആവുകയാണ് ഈ വർക്കൗട്ട് ചെയ്യുന്ന വഴി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ആ വർക്കൗട്ടും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇപ്പോൾ 6 വർക്കൗട്ടുകൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അടുത്ത വീണ്ടും 5 സെക്കൻഡ് നിങ്ങൾ റെസ്റ്റ് എടുക്കുക. അതിനുശേഷം അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. ഞാൻ വളരെ വിശദീകരിച്ചാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, അടുത്ത ലെഗ് റൈസ് ആണ്. നമ്മുടെ ആപ്സിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. ഇങ്ങനെ കിടക്കുക ഫ്ലോറിൽ. 1, 2, 3. നിങ്ങൾ കാലിലോട് മേളിലോട്ട് ഉയർത്താൻ ശ്രമിക്കരുത്. നിങ്ങളുടെ ഹിപ്പ് ഫ്ലോറിൽ തന്നെ നല്ല സ്റ്റേബിളായിട്ട് വെച്ചേക്കണം. ഹിപ്പ് മേളിലോട്ട് ഉയർത്താൻ ശ്രമിക്കരുത്. ഓക്കെ, 7, 8, 9. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുന്ന അത്രത്തോളം നല്ലതാണ്. പക്ഷേ എത്ര നമ്മൾ ഫാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും നമ്മുടെ ബോഡി പോസ്റ്റർ ഒരു തരത്തിലും തെറ്റിപ്പോരുത്. നല്ല കൃത്യമായിട്ട് വേണം ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഒരു ചലഞ്ചിങ് വർക്കൗട്ടാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് 1 മാസം ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ബെനിഫിറ്റ് കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞല്ലോ, ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് സ്ഥലങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്പസ്ഥലത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണിത്. അടുത്തായിട്ട് നമ്മൾ ലെഗ് റൈസ് 45 സെക്കൻഡ് ചെയ്തു. 45 സെക്കൻഡ് കഴിഞ്ഞിട്ട് 5 സെക്കൻഡ് റെസ്റ്റ് എടുത്തു. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസ് പ്ലാങ്കിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പ്ലാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ കോർ മസിലിന്, നമ്മുടെ ആപ്സിനൊക്കെ വളരെ നല്ല വർക്കൗട്ടാണ്. അതിനൊക്കെ തന്നെ നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫുൾ ബോഡി നല്ല രീതിയിൽ പവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, നല്ലോണം നമുക്ക് നല്ല രീതിയിൽ സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു വർക്കൗട്ടാണ് പ്ലാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അതിനൊക്കെ തന്നെ നമ്മുടെ ബോഡി പോസ്റ്ററൊക്കെ നല്ല കൃത്യമാക്കാൻ ഉപയോഗിക്കുന്ന ഒരു അടിപൊളി വർക്കൗട്ടാണ്. നമ്മുടെ ഈ മുതുവിൻ്റെയൊക്കെ ചിലർക്കുണ്ടാകുന്ന ആ ഒരു വളവ്, ഒരു കൂന്, അതൊക്കെ തന്നെ നമ്മുടെ ബോഡി പോസ്റ്റർ കൃത്യമല്ലാത്ത രീതിയിലുള്ള ഒരവസ്ഥ, ഇതൊക്കെ മാറ്റിയെടുക്കാൻ ഏറ്റവും നല്ല വർക്കൗട്ടുകളിലൊന്നാണ് പ്ലാങ്ക് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ചെയ്യുന്നത് 45 സെക്കൻഡാണ്. ഒരു തരത്തിൽ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ആ 45 സെക്കൻഡ് എന്ന് പറയുന്നത് 1 സെക്കൻഡ് പോലും നിങ്ങൾ കുറയ്ക്കരുത്. കൃത്യമായിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ ഇത് 8ാമത്തെ വർക്കൗട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, മാക്സിമം നിങ്ങൾ പിടിച്ച് നിൽക്കുക. ഒരു കാരണവശാലും 45 സെക്കൻഡ് നമ്മൾ വീണ് പോകരുത്. അഥവാ വീണ് കഴിഞ്ഞാൽ പിന്നെയും അതേ കണക്ക് ചെയ്യുക. ഓക്കെ, അപ്പം 5 to 6 സെക്കൻഡ് നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നു. അടുത്ത വർക്കൗട്ട് നമ്മുടെ പുരാതനമായിട്ടുള്ള നമ്മുടെ അടിപൊളി വർക്കൗട്ട്, നമ്മുടെ ഹിന്ദു പുഷപ്പ്. സോറി എനിക്ക് തെറ്റിപ്പോയതാണ്. ഹിന്ദു പുഷപ്പല്ല, നമ്മുടെ മൗണ്ടൻ ക്ലൈംബിംഗ് വിത്ത് പുഷപ്സ്. ഓക്കെ, നമ്മൾ മൗണ്ടൻ ക്ലൈംബിങ് ചെയ്യുന്നു, പുഷപ്സ്, വീണ്ടും മൗണ്ടൻ ക്ലൈംബിങ്, പുഷപ്സ്. ഫാസ്റ്റായിട്ടുള്ള വർക്കൗട്ടാണ്. മൗണ്ടൻ ക്ലൈംബിങ് ആൻഡ് പുഷപ്സ് അടിപൊളി വർക്കൗട്ടാണ്. ഒരേ സമയം തന്നെ നമ്മുടെ ഫുൾ മസിലിനെയും നല്ല രീതിയിൽ എൻഗേജ്ഡ് ആക്കുന്ന വർക്കൗട്ടാണ്. ഓക്കെ, മൗണ്ടൻ ക്ലൈംബിങ് ചെയ്യുന്ന വഴി നമ്മുടെ കാലുകൾക്ക് നല്ല സ്ട്രെങ്ത് കിട്ടുന്നു. അതുവഴി നമ്മുടെ കോർ മസിലിനും ആപ്സിനും നല്ല സ്ട്രെങ്ത് കിട്ടുന്നു. പുഷപ്സ് ചെയ്യുന്ന വഴി നമ്മുടെ ഫുൾ ബോഡിക്കും നമ്മുടെ അപ്പർ ബോഡിക്കും നല്ല രീതിയിൽ ആക്ടിവേഷൻ കിട്ടുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ചെയ്യേണ്ടത് 45 സെക്കൻഡാണ്. ഓക്കെ, വീണ്ടും 5 to 6 സെക്കൻഡ് റെസ്റ്റ് എടുക്കുന്നു. വീണ്ടും അടുത്ത വർക്കൗട്ടിലോട്ട് പോകുന്നു. അടുത്ത വർക്കൗട്ട് നമ്മുടെ ഹിന്ദു പുഷപ്പ്. എനിക്ക് ആദ്യം തെറ്റിപ്പോയതാണ്. 1, 2. ഹിന്ദു പുഷപ്സിൻ്റെ പ്രത്യേകതകൾ അറിയാം. നമ്മുടെ ഫുൾ ബോഡിയും എൻഗേജ് ആക്കാൻ പറ്റിയ അടിപൊളി ഒരു വർക്കൗട്ടാണിത്. നമ്മുടെ ബാക്ക്, നമ്മുടെ ഷോൾഡർ മസിൽ, നമ്മുടെ ചെസ്റ്റ്, നമ്മുടെ ട്രൈസെപ്സ്. ഓക്കെ, അതിനൊക്കെ നമ്മുടെ ആപ്സ്, ഇതിനെല്ലാം നല്ല രീതിയിൽ പ്രയോജനം കിട്ടുന്ന വർക്കൗട്ടാണ്. ഇത് നിങ്ങൾ ചെയ്യുന്നത് 45 സെക്കൻഡാണ്. ഇതിനകത്ത് ഞാൻ എല്ലാ ബോഡിയും കംപ്ലീറ്റ് ബോഡിയും ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് ഈ വർക്കൗട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വർക്കൗട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വർക്കൗട്ട് സൈഡ് പ്ലാങ്ക്. ഇങ്ങനെ നിങ്ങളൊരു സൈഡ് ചേർത്ത് സൈഡിലോട്ട് കിടക്കുക. കൈ ഇങ്ങനെ താഴെ ഫ്ലോറിൽ ഉറപ്പിച്ച് വെച്ചതിന് ശേഷം
നിങ്ങളുടെ ബോഡി മേളിലോട്ട് ഉയർത്തിക്കൊണ്ട് നിങ്ങൾ സൈഡ് പ്ലാങ്ക് എന്ന് വെച്ചാൽ സൈഡിൽ വശത്ത് ചേർന്ന് നിൽക്കുന്നതാണ്. നമ്മൾ പ്ലാങ്ക് സാധാരണ ഇത് ചെയ്യുന്ന നമ്മൾ ഫ്രണ്ടിലോട്ടാണ് കൈ വെക്കുന്നത്, ഇത് സൈഡിലോട്ട് കൈ വെക്കുന്നത്. ഇത് കയ്യിലാണ്, ഒരു കയ്യിലാണ് നമ്മൾ പ്ലാങ്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഫുൾ ബോഡിയുടെ കംപ്ലീറ്റ് വെയിറ്റും നമ്മുടെ ഈ ഒരു കയ്യിലോട്ടും നിങ്ങളുടെ ഒബ്ലിക്സിലോട്ടും ഒക്കെയാണ് ഇതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള പവർ വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതെങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ. അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ടത് 45 സെക്കൻഡാണ്. 45 സെക്കൻഡ് വൺ സൈഡല്ല, നിങ്ങൾ രണ്ട് സൈഡിലും കൂടെ 45 സെക്കൻഡ് പൂർത്തീകരിച്ചാൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, ഇത് ചെയ്യാൻ അല്പം ടഫായിട്ടുള്ളൊരു വർക്കൗട്ടാണ്, പക്ഷേ നിങ്ങൾ ചെയ്യുക. അപ്പം ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വർക്കൗട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല കിടുകിടലും ഫുൾ ബോഡി വർക്കൗട്ട്. അപ്പം നിങ്ങൾ ഈ വർക്കൗട്ട് നിങ്ങളുടെ വർക്കൗട്ടിൽ ചെയ്യുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന അടിപൊളി വർക്കൗട്ടുകളാണ്. യാതൊരു റെക്കമ്പൻസോ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടാറ്റ.